സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് മത്സരത്തിന്റെ ഇടയ്ക്ക് ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ടീമിന് കൈ കൊടുക്കാതെ കളിക്കളത്തിൽ നിന്നും വിടവാങ്ങിപ്പോയത് ഇപ്പോൾ വിവാദമായി കത്തി നിൽക്കുകയാണ്. ഈ വിഷയത്തിന് മേൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്റെ വീഡിയോയുടെ കണ്ടന്റ് പ്രകാരമായിരുന്നു ഇന്ത്യ കളിക്കളത്തിൽ പാകിസ്ഥാൻ കളിക്കാർക്ക് കൈ കൊടുക്കാതെ പോയത് അത് കളിക്കളത്തിലെ ഒരു മര്യാദകേടാണെന്നുള്ള ആ ഒരു വിഷയത്തെ ഊന്നി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വന്ന് എനിക്ക് എതിരെ കമന്റുകൾ എന്ന് പറഞ്ഞാൽ അസഭ്യവശമാണ്. ഞാൻ ഇന്ത്യക്കെതിരോ ഇന്ത്യൻ ടീമിനെതിരെയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കളിക്കളത്തിൽ കാണിക്കേണ്ട മര്യാദ, ആ ഒരു മാന്യത അത് കാണിച്ചില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള പ്രധാന കോണ്ടന്റ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നുകൊണ്ട് ബാഡ് കമന്റ്സ് ഇട്ട ആൾക്കാരോട് പറയാനുള്ളത്, എന്നെ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട കാര്യമല്ല. രാജ്യസ്നേഹം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എൻ്റെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും കടപ്പാടും അതെവിടെയും ഞാൻ ആർക്കും വിറ്റ് പണയം വെച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാൻകാർക്ക് കുഴലൂത്ത് നടത്തിയോ ഞാൻ ഇല്ലാതാക്കിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാൻ പാകിസ്ഥാനെ പ്രൈസ് ചെയ്യുകയല്ല, ഇത് പാകിസ്ഥാൻ കളിക്കാരെ പ്രൈസ് ചെയ്യുകയല്ല ചെയ്തത്. പക്ഷേ ക്രിക്കറ്റ് എന്ന് പറയുന്നത് മാന്യന്മാരുടെ ഗെയിമാണ്. ഈ മാന്യന്മാരുടെ ഗെയിം എന്ന് പറയുന്നിടത്ത് രാഷ്ട്രീയം കലർത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. അവിടെ ആ ഒരു കളി നടക്കുമ്പോൾ ആ ടീമുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറായി വന്നോ എങ്കിൽ ആ കളിക്കളത്തിൽ കാണിക്കേണ്ട കുറെ അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളുണ്ട്. ആ നല്ല വശത്തിൽ ഒന്നാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, പിരിയുക, പരസ്പരം റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യ കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഒരു നയം എന്ന് പറയുന്നത് വളരെ സരസമായ രീതിയിലും വളരെ സഭ്യമായ രീതിയിലും മാന്യതയും ഉള്ളതായിരുന്നു. എന്നാൽ ചില നാളുകളായിട്ട് ഇന്ത്യൻ ടീമിനകത്ത് എല്ലാ കളിക്കാരും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കളിക്കാരും ഇതേ ആശയത്തെ പിന്തുടരുന്നവരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നാൽ ചിലരുടെ ഭാഗത്തുനിന്നും ചില അഗ്രസീവായിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ക്രിക്കറ്റിനുള്ളിൽ കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കളിക്കളത്തിന് പുറത്ത് ഇവരുടെ ജീവിത ശൈലികളും ഇവരുടെ കോണ്ടാക്ട്സുകളും നമുക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവര് പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി, അവരുടെ മൗത്ത് ഓർഗനായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. ഇവിടെ ദേശീയതയും ഇവിടെ രാജ്യസ്നേഹവും ഒന്നുമല്ല, അതിന്റെ ബേസിലും അല്ല ഇത് സംഭവിച്ചിരിക്കുന്ന എന്നുള്ളതിനകത്ത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പഹൽഗാം വിഷയത്തിൽ നിങ്ങൾ രാജ്യസ്നേഹം പൂണ്ടിട്ടാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞത് എങ്കിൽ എനിക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ഒരു വിഷയത്തിൽ നമ്മളുടെ 26ഓളം വരുന്ന വിലപ്പെട്ട ജീവനുകളെ പാകിസ്ഥാനിൽ നിന്നും അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്നും പരിശീലനം നേടിയ തീവ്രവാദികൾ അവരെ ജാതിയുടെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ മതം ഏതാണെന്ന് നോക്കിയിട്ട് അവരെ കൊന്നൊടുക്കി, അത് ക്രൂരമായ രീതിയിൽ കൊന്നൊടുക്കിയെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് പാകിസ്ഥാനുമായിട്ട് കളിച്ചിട്ട് കൈ കൊടുക്കാതെ പോയിട്ടല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ടീമുമായിട്ട് ഇനി മേലാൽ ഒരു കളി ഇന്ത്യ കളിക്കില്ല എന്നുള്ള ദൃഢ നിശ്ചയത്തോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ എടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ചരിത്രം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ചരിത്രം പഠിപ്പിക്കുന്നത് മഹത്തായ ഒരു സന്ദേശമാണ്. ആ മഹത്തായ സന്ദേശം എന്താണ്? 1962 മുതൽ 1977 വരെ ഉള്ള നീണ്ട 15 വർഷക്കാലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരൊറ്റ മാച്ച് പോലും, ക്രിക്കറ്റ് മാച്ച് പോലും കളിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കായിക ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അതിന് കാരണമായി വന്നതോ 2 മേജർ വാറുകൾ. അതിനുശേഷം 1999 കാർഗിൽ വാർ വന്ന സമയത്തും ഇന്ത്യ ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ഇന്ത്യ എടുത്ത നിലപാട് വ്യത്യസ്തമല്ലായിരുന്നു. അവിടെയൊക്കെയും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ
അതുമായിട്ടുള്ള കായിക സംഘടനകളെ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ തന്നെ ഒറ്റപ്പെടുത്തി അവരുമായിട്ടുള്ള യാതൊരു മത്സരങ്ങളും ഇന്ത്യ കളിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം കളിക്കളത്തിൽ പോയിട്ട് ആ കളിക്കാരുമായിട്ട് കളിക്കാൻ തയ്യാറാകുകയും തയ്യാറായതിനു ശേഷം അവർക്ക് കൈ കൊടുക്കാതെ പോകുന്നു. അതിനകത്ത് എന്താ കാര്യമുള്ളത്? നിങ്ങൾ അത്ര വലിയ രാജ്യസ്നേഹികളായിരുന്നെങ്കിൽ പാകിസ്ഥാനെ നിങ്ങൾ എന്തരുത്, ആ ടീമുമായിട്ട് ഏറ്റുമുട്ടാനേ തയ്യാറാണ്. അവരെ വില കുറച്ച് കാണുക, അവരുമായിട്ട് ഞങ്ങൾക്ക് കളിക്കേണ്ട, അത്തരം ഒരു ഏഷ്യ കപ്പ് ഞങ്ങൾക്ക് നേടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വെക്കുന്നതല്ലായിരുന്നു അന്തസ്. ഇനി ഇന്ത്യ ഏഷ്യ കപ്പിന്റെ ഭാഗമായി ഇതൊരു വലിയൊരു ട്രോഫി അല്ലേ, അപ്പൊ അതിന് ഇന്ത്യ എങ്ങനെ വിട്ടു നിന്നാൽ ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അവരോട് പറയാനുള്ളത്, 1986 ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഏഷ്യ കപ്പ് മത്സരം ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. ആ ശ്രീലങ്കയായിട്ട് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് അവിടെ നടന്നിരുന്ന സിവിൽ വാറിൽ ആ വാറിനോടുള്ള ഇന്ത്യയുടെ പ്രതിഷേധമോ കളിക്കാരുടെ സുരക്ഷയോ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ ആ ഏഷ്യ കപ്പ് മത്സരം ബഹിഷ്കരിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യയുടെ മുമ്പിൽ ബഹിഷ്കരണം എന്ന് പറയുന്നത് മുമ്പ് നടന്നിട്ടില്ലാത്ത കാര്യമൊന്നുമല്ല, പുതിയതുമല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള 2025 ഏഷ്യ കപ്പ് മത്സരം ഇന്ത്യ വേണ്ടാന്ന് വെച്ചില്ല? ആ പോയിന്റ് പാകിസ്ഥാൻ എടുത്തോട്ടെ, നമുക്ക് അവരുമായിട്ട് കളിക്കണ്ട. അവർ ഭീകരന്മാരല്ലേ, അവർ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരല്ലേ, അവരുമായിട്ട് എന്തിനു കായിക ബന്ധം പുലർത്തണം? അപ്പോ കശത്തിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്ന ഇടിക്കുകയും വേണം എന്ന് പറയുന്ന നയമുണ്ടല്ലോ, അതൊരു ചീഞ്ഞ നടപടി ആയി പോയി എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആദ്യമായിട്ട് 1952 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ക്രിക്കറ്റിലെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഇണങ്ങിയും പിണങ്ങിയും കളിക്കുകയും കളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത അവസരങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പോയി പാകിസ്ഥാനുമായിട്ട് കളിക്കുകയും ഏഷ്യ കപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ട്, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മാന്യന്മാരുടെ ഗെയിമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ ഉള്ളിൽ, ആ ഫ്രെയിമിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ചില ചട്ടങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അവിടെ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ചില കോമൺ സെൻസും ഉണ്ട്. അത് നമ്മൾ അനുവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കായിരുന്നു വേണ്ടുന്നത്. പക്ഷെ നമ്മൾ പോവുകയും ചെയ്തു, നമ്മൾ അതൊന്നും ഇട്ട് അനുസരിക്കാൻ തയ്യാറുമല്ല, അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യാൻ തയ്യാറുമല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുക. ഇപ്പൊ പാകിസ്ഥാൻ ടീമിനെ സുഖിപ്പിക്കാനോ പാകിസ്ഥാൻ ടീമിന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യവും ഇതാകുക എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വലിയൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി. അദ്ദേഹം പലപ്പോഴും എന്താണ് കളിക്കളത്തിൽ ചെയ്തിട്ടുള്ളത്? കളിക്കളത്തിൽ ഏറ്റവും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ നടത്തുന്ന ഒരു വ്യക്തി, എതിർ ടീമിനെ കശക്കി എറിയാൻ പോരുന്ന തരത്തിലുള്ള ആംഗ്യ വിച്ഛാദനങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തി, കളിക്കളത്തിൽ രാജ്യത്തിന് വേണ്ടി വീറോടും വാശിയോടും പോരാടിയിരുന്ന ഇന്ത്യയുടെ യുവനായകനായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയുടെ നായക സ്ഥാനത്തൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ബോഡി ലാംഗ്വേജും കളിക്കളത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള അഗ്രസീവ്നെസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു ഭയങ്കര സംഭവമാണ്. ആ സംഭവമായിരുന്ന വ്യക്തി പാകിസ്ഥാനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലി കളിക്കളത്തിൽ എതിരാളികളായി കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കീറി മുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറയാൻ കാലെ വാരി അടിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ആ കളി കഴിയുമ്പോൾ അദ്ദേഹം പോയിട്ട് ആ പാകിസ്ഥാൻ പ്ലേയേഴ്സിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു അവരുമായി കുശലാന്വേഷണങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നടത്തുന്നതായിട്ട് നമുക്ക് പലപ്പോഴും പല മാച്ചുകൾക്ക് ശേഷം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, വിരാട് കോഹ്ലി എന്ന പാകിസ്ഥാന്റെ കുഴലൂത്തുകാരനാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രേമിയായിട്ടാണോ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്ന? അല്ല, ഇവിടെ വൈരാഗ്യം വെച്ച് പുലർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. അവിടെ പ്ലേയേഴ്സിനോടല്ല നമുക്ക് വൈരാഗ്യം വരേണ്ടത്. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെ, തീവ്രവാദികൾക്കും എതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. അല്ലാതെ പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാർ എന്ത് തെറ്റ് ചെയ്തു?
രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു രാജ്യം, അതിന്റെ ഭരണാധികാരികളും അതിന്റെ സൈന്യവും നമ്മുടെ രാജ്യത്തിനെതിരെ പലപ്പോഴും പ്രത്യക്ഷമായ നിലപാടുകൾ എടുക്കാറുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാനിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്ത്യയോട് മമതയുള്ളവരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നവർ വരെയും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരെ ടാർഗറ്റ് ചെയ്യുകയും അവിടുത്തെ കളിക്കാരെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം വളർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അഭികാമ്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുക, എന്നെ മോശപ്പെട്ട ചിത്രീകരണം നടത്തുകയൊക്കെ ചെയ്യുന്നവരോട് ഒന്നേ പഠിക്കാനുള്ളൂ. നിങ്ങൾ ആദ്യം പോയിട്ട് ചരിത്രം പഠിക്കുക. നിങ്ങൾ ആദ്യം പോയിട്ട് ഇന്ത്യൻ ടീമും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് പഠിക്കുക. പഠിച്ചതിന് ശേഷം വന്നിട്ട് തെറി പറയുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. ഓക്കെ, ബോയ്ക്കോട്ട് ചെയ്യേണ്ടടുത്ത് ബോയ്ക്കോട്ട് ചെയ്യണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് പറയാതെ പിന്നീട് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതല്ല ശരിയായ ഒരു രീതി. ഞാൻ പിന്നെയും പറയുകയാണ്, ക്രിക്കറ്റ് എന്ന് പറയുന്നത് മാന്യന്മാരുടെ ഗെയിമാണ്. നമ്മൾ ആ ഫ്രെയിമിനുള്ളിൽ, ആ ഗ്രൗണ്ടിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. അവിടെ നമ്മൾ കളിക്കേണ്ടത് നാച്ചുറൽ ഗെയിമാണ്. നമ്മൾ അവിടെ കളിച്ച് ജയിച്ച് നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മാന്യതയ്ക്ക് വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടത്. സൂര്യകുമാർ യാദവിന് കൈ കൊടുക്കാതെ പോയി അവിടെ ഒരു രാഷ്ട്രീയ സിനാരി ഉണ്ടാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ടീമിലുള്ള ഫ്യൂച്ചറിന് ചിലപ്പോൾ അത് ഗുണം ചെയ്യുമായിരിക്കും. പക്ഷെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെ എല്ലാവരും തന്നെ ഒരു ഗുഡ് ആക്ട് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് സത്യമായ രീതി.